മറ്റുള്ളവർ സഹായിക്കാനും വെള്ളം കൊടുക്കാനും ബീച്ചിലായിരുന്നു ഷൂട്ടിങ്. ആ ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ്. അപ്പം അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള, മര്യാദയുള്ള, മിടുക്കനായിട്ടുള്ള. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത്. ആ വനിതാ ജഡ്ജി അത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരാളാവുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഉണ്ടോ, ഇനി അതല്ല നടന്നത് റേപ്പാണോ, ഒരു വലിയ സന്നാഹം അവളുടെ കൂടെ ഉണ്ടല്ലോ. ദിലീപിന്റെ കയ്യിൽ പണമുണ്ട്, ദിലീപ് രാമപിള്ളയെ കൊണ്ടുവന്ന കാര്യം പറയുന്നു. അവളുടെ കയ്യിൽ പണമില്ലേ? അവളുടെ കയ്യിൽ എന്താ പണമില്ലേ? അവളെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിൽ എന്താ പണമില്ലേ? അവളെ ചോദിച്ചതല്ലേ വനിതാ ജഡ്ജിനെ? ഇല്ലേ, അവളല്ലേ ചോദിച്ചത് വനിതാ ജഡ്ജിനെ വേണമെന്ന്. പിന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു, അതും നടന്നില്ല. ഈ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനായിട്ട് വിട്ടതിന് ശേഷം ദിലീപ് ഈ കേസ് അന്വേഷിച്ച പോലീസിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കണം, പോലീസ് ഈ ഒരു കേസെടുക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണ്, ഇതിനകത്ത് ദിലീപിനെ പ്രതിയാക്കാൻ ഇടയുണ്ടായ കാര്യം എന്താണ്, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണെന്നുള്ള കാര്യം. ഡിസംബർ 9 കുറ്റവിമുക്തനായി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കൃത്യമായിട്ട് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നും മഞ്ജു ഇതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞ നിമിഷം മുതലാണ് ഇത് എന്നിലേക്ക് തിരിഞ്ഞെന്നും പറയുന്നു. അതിനുശേഷം വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണെന്ന് പറയാം. ദിലീപിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള തെളിവുകൾ ഈ കേസുമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഈ അറ്റംപ്റ്റ് അറ്റ് ഗോവ എന്ന് പറയുന്ന ഈ കേസിനകത്ത് തന്നെ 1133 പേജ് മുതൽ കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാക്ഷികൾ വരെയുണ്ട്. ഇത് നമ്മളായിട്ട് പറയുന്നില്ല, കോടതി വ്യക്തമായിട്ട്, ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇതിനകത്ത് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ഇതിനകത്ത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള വിറ്റ്നസ്സുകൾ ഉണ്ടെന്നുള്ളത്. എനിക്കൊന്ന് PW 173 അതായത് ഈ പൾസർ സുനി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ദിലീപിന്റെ വീടിനടുത്ത് വെച്ച് കണ്ടു എന്ന് പറയുന്നു. ഒരാളെ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതെങ്ങനെയാണ് ദിലീപിന്റെ അഡ്വക്കേറ്റ് പൊളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഈ കേസിൽ വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞ ആരാണ്? അതിജീവതയാണ്. ഇവർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറെ കിട്ടിയ എവിടുന്നാണ്? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. കാശില്ലാത്ത ആളല്ല, കാശുള്ള ആള് തന്നെയാണേ. അപ്പൊ പിന്നെ ഇതിനകത്ത് വ്യക്തമായ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരായിരിക്കും? ഇരയാക്കപ്പെട്ട ആള് തന്നെ ആയിരിക്കുമല്ലോ. എന്നാലും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്നു. അവരെ കൊണ്ട് 6 പേർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. കൃത്യമായിട്ട് ആ മാഡത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ചെയ്തു. പക്ഷെ ദിലീപിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ഇത്രയും ചെയ്തവർക്ക് ദിലീപിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം വ്യക്തമായ തെളിവുകളുടെ അഭാവം കൊണ്ട് തന്നെയാണെന്ന് ഇത് അറിയാവുന്നവർക്കും ചായയും കഞ്ഞി അരിയും കുടിക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. എന്നാൽ ഈ കേസിന് ശേഷം ഇതേ മാഡം, ഈ കേസ് വാദിച്ച പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഈ മാഡം വന്ന് പറയുന്ന കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ കാണിക്കുക ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ ഒരു കോടതി പരിഗണിക്കേണ്ട കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഒരു കോടതിയുമായിട്ട്, ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? അതിനുശേഷം അറ്റംപ്റ്റ് അറ്റ് ഗോവയ്ക്കകത്ത് ഇവർ നടത്തിയിട്ടുള്ള മാനിപ്പുലേറ്റിംഗ് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിജീവിതയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കോടതി ഒരു വനിതാ ജഡ്ജിനെ വെക്കുന്നത്. ആ വനിതാ ജഡ്ജി അത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരാളാവുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ പരിഗണിക്കുകയും ഈ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ നാട്ടിലെ മുഴുവൻ ആളുകളും എന്നോട് പറയുന്നത് ഞങ്ങളെല്ലാവരും ഇത് പ്രതീക്ഷിച്ച, മാഡം മാത്രം ഇത് പ്രതീക്ഷിക്കാതിരുന്നത്. ഈ മാഡം ഒക്കെ ഈ ഒരു പരിപാടി ഇന്ന് റിട്ടയർഡ് ആവേണ്ട സമയം കഴിഞ്ഞു. ഇവർ ഈ പറയുന്നത് കോടതി അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയും നീതിന്യായത്തെയും ഒരു മനുഷ്യന് കിട്ടേണ്ട നീതിയെയും ചോദ്യം ചെയ്യുന്നതാണ്. ഒരു പ്രോസിക്യൂട്ടറായിട്ട് നിന്നുകൊണ്ട് ഇവര് തന്നെ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അവിടെ തന്നെ വ്യക്തമായ ഒരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ കോടതി ആരുടെയെങ്കിലും ഭാഗത്തേക്ക് നിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നില്ലേ? ഒരു കോടതി, അതായത് നമ്മൾ ബഹുമാനപ്പെട്ട നീതിപീഠം നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു കാര്യത്തെ അതൊരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ളൊരു നീതിന്യായ വകുപ്പ് അത് വിധി പറയേണ്ട ഒരാളായിരുന്നെങ്കിൽ അത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഇത് വരുമെന്ന്. എടാ എന്തോ ഈ പറയുന്നതൊക്കെ ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ കണ്ടിട്ടുമാണോ ദിലീപിനെതിരെ കുറെ എണ്ണങ്ങൾ മാധ്യമങ്ങളിലാണെങ്കിലും കിടന്ന് സംസാരിക്കുന്നത്? ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സാധനം ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ദിലീപിനെ ഇതുപോലെ അനുകൂലിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായപ്പോൾ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടുമെന്ന്, വിധി ഓരോരുത്തർക്ക് ഫേവർ ചെയ്ത് അവരുടേതായ രീതിയിൽ, അതായത് തെളിവുകളും കാര്യങ്ങളും നോക്കാതെ അവരുടേതായ രീതിയിൽ നിൽക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന ഇങ്ങനത്തെ രീതികളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു കേസിൽ അപ്പിയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന
കോടതി വിധി അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ദിലീപിന്റെ കൂടെ നിന്നാണ് പറയുന്നത്. 3 തവണയും ദിലീപ് ജാമ്യാപേക്ഷ വെച്ചപ്പെടുത്തിന് കോടതി ഗവൺമെന്റിനോടാണ് ചോദിച്ചത് ഈ ജാമ്യം ദിലീപിന് കൊടുക്കണമെന്ന്. അപ്പൊ ഗവൺമെന്റാണ് കോടതിയോട് പറഞ്ഞത് ഇപ്പൊ കൊടുക്കണ്ടെന്നുള്ളൊരു കാര്യം. ഗവൺമെന്റ് അത് നിരസിച്ചത്. അതിനുശേഷമാണ് കോടതി ഉത്തരവിനകത്ത് പോകുന്നത്. 3ാമത്തെ തവണ കൊടുത്തതിന് ശേഷം അങ്ങനെയാണ് ദിലീപിന് കിട്ടിയത്. എന്തൊക്കെയാണോ പറയുന്നത്, നിയമവ്യവസ്ഥയെല്ലാം ആരെങ്കിലും ഫേവർ ചെയ്ത് അവരുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കണമെന്ന്. ഈ പറയുന്ന മാഡമാണ് ഈ കേസ് വാദിച്ചത്. എന്തുവാടെ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അടുത്ത മഞ്ജു വാര്യറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. യൂട്യൂബിലൊക്കെ പറയുന്നുണ്ടല്ലോ മഞ്ജു വാര്യറിനെ ഈ അഡ്വക്കേറ്റ് സാക്ഷിനെ പഠിപ്പിക്കണത് മഞ്ജു വാര്യർ കള്ളുകുടിച്ചു വരുമായിരുന്നു എന്നൊക്കെ. കറക്റ്റ്. പിന്നെ ഒരു സ്ത്രീ കള്ളു കുടിക്കാനുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം നമ്മൾ. ഇത്രയും വലിയൊരു നടി അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിലിടണ പോലെ ജയിലിലിട്ടത് ആര്? അത്ര വർഷം. ആരാ ജയിലിലിട്ടത്? അത് ആ സ്ത്രീനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയല്ലേ? എന്തോ ഒരു തകരാറ് പോലെ. അതായത് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിയെ ജയിലിലായിരുന്നു ആ വീട്ടിലിട്ടുന്നത്. അവർക്ക് മദ്യവെച്ചാൽ കുഴപ്പം, ജയിലിൽ കിടന്നാൽ മദ്യപിക്കത്തില്ലേ? ഇത് എങ്ങനെ ഈ കേസിൽ അപ്പിയർ ചെയ്തത്? എങ്ങനെ വന്നതാ? ഗവൺമെന്റ് ഏർപ്പെടുത്തിയപ്പം നിങ്ങൾക്ക് എങ്ങനെ നോക്ക്, നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി എങ്ങനെ ഇത്? എനിക്ക് ഇതിന്റെ ഒരു സംഭവം മനസ്സിലായില്ല. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഒരു സ്റ്റേറ്റിലെ അവിടുത്തെ പാർട്ടി പറഞ്ഞ് കോടതി വിധി പ്രകാരം നിയമിക്കുമ്പോഴത്തേക്കിന് അത് എങ്ങനെ, അതിന്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെ? അവരുടെ പ്രീവിയസ് കേസസ് നോക്കുമോ അതോ അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തത് എങ്ങനെ? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന അതിജീവിതയ്ക്ക് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അതിജീവിതയ്ക്ക് വ്യക്തമായിട്ട് നീതി ലഭിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രോപ്പറായിട്ട് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ കേസ് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടണമെന്നുള്ള ഒറ്റ ധൈര്യത്തോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അവർക്ക് കാശ് കൊടുത്ത് വെക്കാറുന്നല്ലോ. കാശില്ലാത്തോണ്ടൊന്നും അല്ലല്ലോ, കാശ് കൊടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നേ. തെന്നിന്ത്യയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയം അല്ലേ? അതെ, ആണ് ആ സമയമൊക്കെ എന്ന് പറയുന്നത്. അടുത്ത ഭാഗ്യലക്ഷ്മി ചേച്ചി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത്. ഞാൻ ദിലീപ് തന്നെയാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? എടാ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ അവസരം മുതലെടുക്കുന്നവരാ. ഇവർക്ക് പ്രോപ്പറായിട്ട് ഈ അവസരം എങ്ങനെങ്കിലും മുതലെടുക്കണം. ഇതിന് വേണ്ടി, അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇവര് മറ്റേ സംവിധായകർ സംഘടനയ്ക്കകത്ത് വിരമിച്ചൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ഈ വിരമിച്ച കാര്യം ഇവരൊന്ന് വെയിറ്റ് ഇട്ട് അവർക്ക് നോക്കിയതാ. ഞാൻ അങ്ങ് വിരമിക്കൂ, അതായത് ദിലീപിനെ പുറത്താക്കിയിട്ട് ഇവരെ പിടിച്ചു നിർത്തണം. അപ്പൊ ഇവർക്കൊരു വെയിറ്റ് ആയിരിക്കുന്നില്ല. അവർ പുഷ്പം പോലെ എടുത്തു കളഞ്ഞു. എന്നാ നിങ്ങളങ്ങ് പൊക്കോ, ദിലീപ് കയറിക്കോട്ടെന്ന്. അത്രേ ഉള്ളു. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പുറകെ പബ്ലിസിറ്റിക്ക് വേണ്ടി നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ളൊരു ചടങ്ങിനകത്ത് ഇവർ പോയതിനു ശേഷം വന്നിട്ട് ഇവർ കൊടുത്തൊരു പ്രസ്താവന. ഇതിനകത്ത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല, അത് പോയി. പക്ഷേ ഇവര് വിട്ടുന്നില്ല. ഇവര് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഇവര് പ്രോപ്പറായിട്ട് പറയണേ, അതിനകത്ത് ഒരു അച്ഛൻ മകളെ വിളിക്കുന്നത് പോലെ വിളിച്ചപ്പെടുത്തിന് എന്റെ കണ്ണ് നിറഞ്ഞു. അയ്യോ, എന്തൊരു ഒലിപ്പീര. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ സംസാരിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം വീണ്ടും കിടന്ന് പറയുന്നതും ആൾക്കാർക്കിടയിലേക്ക് വീണ്ടും ഒരു ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരുന്നതും ഈ അതിജീവിതയുടെ പേരും ഫോട്ടോയും സഹിതം എടുത്തു വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് റീച്ചിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയാ. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനുള്ള കാരണം ദിലീപാണെന്ന്. എടാ, ഒരു മര്യാദയൊക്കെ വേണ്ടടാ. ഒരു മനുഷ്യനെ, ഒരാളെ ഇട്ട് ക്രൂശിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ രീതിയിൽ തീർക്കാൻ നോക്കുക. അപ്പോൾ അത് കേസിന്റെ വഴിക്ക് പൊക്കോളൂ. അല്ലാതെ ജനങ്ങൾക്ക് ഇടയിലേക്ക് വീണ്ടും ആ മനുഷ്യനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് കുറെ ഫെമിനിസ്റ്റുകൾക്ക് ഇത് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉള്ളതുകൊണ്ടാണ് ഈ ഫെമിനാസിസം എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് ചില ആണുങ്ങൾ ഇറങ്ങേണ്ടി വരുന്നത്. രാഹുൽ ഈശ്വറിന്റെ കാര്യം പറഞ്ഞത്. ഇങ്ങനെയുള്ളവരാണ് കാരണം, വ്യക്തമായിട്ട് ഇങ്ങനെയുള്ളവർ തന്നെ കാരണം. ഇങ്ങനെയുള്ളവരില്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുരുഷ സംഘടനയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു അറുതി വരും, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് ഒരുപാട് പുരുഷന്മാർ അതിന്റെ പുറകെ പോകാതെ നിൽക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. ഇനി നമ്മൾ പലതവണ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരേ ചോദ്യം, അത് അജിന്റെ ഇന്റർവ്യൂവിൽ അതും ചോദിക്കുന്നുണ്ട്. ഈ അതിജീവിത ഓടിച്ചെല്ലുന്നത് ലാലിന്റെ വീട്ടിലാണല്ലോ. ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സുനി. എന്തുകൊണ്ട് ലാലിന്റെയോ അല്ലെങ്കിൽ മകന്റെയോ പേര് ചർച്ചയിൽ പെടുന്നില്ല, അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ ആരോപിക്കുന്നില്ല? സംഭവം AC ഇടാത്ത എന്താണെന്ന് പറയുക, AC ഇട്ട ഭയങ്കര ഫാന്റെ സൗണ്ട്, അത് കാരണമാണ് AC ഇടാതെ ടിഷ്യൂ പേപ്പർ വെച്ച് തുറച്ചുകൊണ്ട് വരുന്നത്. എന്തെങ്കിലും അരോചകം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം നിങ്ങളുടെ കമന്റ് എന്തോന്ന് രേഖപ്പെടുത്താൻ. പിന്നെ കൃത്യമായിട്ട് ഹൈപ്പ് കൊടുക്കാൻ ഒരുപാട് പേര് കുറയുന്നുണ്ട്. ഹൈപ്പ് കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നുമല്ല കാണുന്നത്, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത പുതിയ വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ എത്തും. പിന്നെ നമ്മൾ ഈ ഒരു ടോണിലുള്ള വീഡിയോസ് മാത്രമല്ല, അത്യാവശ്യം നല്ല ഫണ്ണി ആയിട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നിൽക്കേണ്ട രീതി അങ്ങനെ ആ രീതിയിലുള്ള എല്ലാ വീഡിയോസും ഞാൻ
ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം എന്നെ വിലയിരുത്താൻ നിൽക്കല്. നമുക്ക് പല രീതിയിലുള്ള റേഞ്ച് സാധനങ്ങളുണ്ട്, എല്ലാം ഞാൻ കറക്കി വിടുന്നുണ്ട്. വീഡിയോ നിരന്തരം കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം. ബാക്കി നോക്കാം. എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു സുനിക്ക് വേണ്ടിയിട്ടും ദിലീപിന് വേണ്ടിയിട്ടും അല്ല, ഞാൻ അവരുടെ പക്ഷമല്ല, ഞാൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുവാണ്. നിങ്ങളിപ്പോ പറയുന്നത് പ്രതികൾ നല്ലവരായിരുന്നു. പ്രതികൾ നല്ലവരാണെന്ന് പറയുന്നില്ല. ഒട്ടാ എനിക്ക് നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനോ തല്ലുപിടിക്കാനോ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴത്തേക്കിന് ആ ഇന്റർവ്യൂ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ സുനിയും ദിലീപും പ്രതിയാണെന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അതിന് സംസാരിക്കാം. പക്ഷെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ആൾക്കാരെ എന്താണ് ചോദ്യം ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് മറുപടിയില്ല. അത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നതെന്ന്. എന്നാൽ ഈ കേസുമായിട്ട് ഈ ഒരു 17/2/2017 നടന്ന ഇൻസിഡന്റ്, അതിന്റെ തൊട്ട് ദിവസം 16-ാം തീയതി മുതലോ അല്ലെങ്കിൽ ആ മാസം 2-ാം തീയതി ഇവർക്ക് ഹണിബി ഷൂട്ടിങ്ങിനായിട്ട് ഈ സുനി ഗോവയിലെത്തുന്ന നിമിഷം മുതൽ ഈ കേസിനകത്ത് ലാൽ പ്രൊഡക്ഷന്റെയും ലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെയും പ്രസൻസ് വളരെ വലുതാ, വളരെ അധികമാണ്. അത്രയും പ്രസൻസിൽ കിടന്നൊരു സാധനം അവിടെ കിടന്നിട്ടാണ് ഒരാഴ്ചയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഫോൺ വിളിപ്പിച്ചതിന് ശേഷം ഇത് ദിലീപിലേക്ക് കണക്ട് ആയിട്ട് വരുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇവർക്ക് ഒരാളെ പ്രതിയായിട്ട് എടുക്കാറുന്നല്ലോ. ആ പ്രസൻസ് ആ സാഹചര്യ തെളിവുകൾ വെച്ചെടുക്കാറുന്നല്ലോ. അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ബിജു പൗലോസ് അന്വേഷിച്ച കേസ് അവസാനം കോടതി വന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത സാധനങ്ങളാ, ലാക്ക് ഓഫ് എവിഡൻസ്. അങ്ങനെ തന്നെ ദിലീപ് ഇതിനകത്തൊന്ന് പ്രതിയല്ലാതായി പുറത്തോട്ട് പോകുന്നത്. ഇവർക്കൊന്നും പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇവരുണ്ടാക്കിയ സാധനത്തിന് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ. എന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കുവാണെങ്കിൽ അത് സംസാരിക്കാൻ ഇപ്പൊ ഇവിടെ താല്പര്യമില്ല, അത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം. ഇനി ഇതേ സാധനം തന്നെ ഈ ഗോവയിൽ വെച്ച് നടന്ന അറ്റംപ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ഗോവയിൽ വെച്ച് നടന്ന അറ്റംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നമ്മുടെ ലാലിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഈ കേസിനകത്ത് പറയുന്നുള്ള കാര്യം പറയാം. 1133 പേജിലുണ്ട് അറ്റംപ്റ്റ് അറ്റ് ഗോവ. അതിനകത്ത് ഇവർ പറയുന്നത് വെച്ചാൽ 2-ാം തീയതി അക്യൂസ് നമ്പർ 1 ആയിട്ടുള്ള സുനി അവിടെ എത്തുന്നു. അത് ലാൽ പറയുന്നുണ്ട് എങ്ങനെയാ എത്തുന്നുള്ളത്, ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിക്കാം. അവിടെ എത്തുന്നു. 3-ാം തീയതി ഇര അവിടെ എയർപോർട്ടിൽ എത്തുന്നു. അവിടുന്ന് പിക്ക് ചെയ്ത് പോകുന്നത് ഈ സുനിയാണ്. പിക്ക് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടാക്കുന്ന സുനിയാണ്. ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇവർക്കൊരു ഐലൻഡിലാണ് ഷൂട്ടിങ്. അപ്പോൾ ഐലൻഡിലോട്ട് കൊണ്ടുവന്നതും ഈ സുനി തന്നെയാണ്. പിന്നെ അടുത്ത ദിവസം മുതൽ സുനിക്കൊക്കെ അവിടെ താമസിക്കാൻ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ. ആ സ്ഥലം കൊടുത്തിടത്തും സുനിയെ കാണുന്നില്ല. ഇവർക്ക് സുനി എവിടാണെന്ന് അറിയത്തില്ല. സുനിയെ കാണുന്നില്ല. സുനി അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയിന്ന്. അതായത് ഇവിടെ നിന്ന്, അതായത് ഈ കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് കാർ ഒരെണ്ണേ പോയിട്ടുള്ളൂ. ആ കാർ ഓടിച്ചുകൊണ്ട് പോയ വ്യക്തിയാണ്, ആ കാർ തിരിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ്. പിന്നെ അവനെ കാണുന്നില്ലെന്നുള്ള കാര്യം. ഇതേ സംഭവം തന്നെ ഇത് ദിലീപിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഫെബ്രുവരി മാസം ആദ്യ വീക്കിൽ PW 173 ഒരു സാക്ഷി ദിലീപിന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് സുനിയെ കണ്ടെന്ന്. അതായത് ആദ്യ വീക്കിൽ അത് അത് ദിലീപിന്റെ അഡ്വക്കേറ്റ് വ്യക്തമായിട്ട് പൊളിച്ചിട്ടുണ്ട്. കാരണം ആദ്യ വീക്കിൽ കാണുന്ന എങ്ങനെ, ആദ്യ വീക്കിൽ ഇവിടെ ഗോവയിൽ നിൽക്കുക. 2-ാം തീയതി ഗോവ എത്തുന്നു, 3-ാം തീയതി ഇരയെ പിക്ക് ചെയ്യുന്നു, 4-5 അവിടെ ഷൂട്ടിങ്ങാ, 5-ാം തീയതി ഷൂട്ടിങ് തീരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചുവിടെ വരുന്നത്. അത് അവിടെ വെച്ച് പൊളിഞ്ഞ്. അങ്ങനെയാണ് ഈ കേസിന്റെ പല തെളിവുകളും പൊളിഞ്ഞത്. ഇനി ഇത് അറിയത്തില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയില്ല. ഇയാൾ റൂം വെക്കേറ്റ് ചെയ്ത് പോയെന്ന് പറയുന്നില്ല. റൂം വെക്കേറ്റ് ചെയ്ത് ആർക്കും അറിയാത്ത രീതി പോയെന്നുള്ളൊരു കാര്യം, അത് എങ്ങനെയാണെന്ന് ലാലിന്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ തോന്നും. ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാറ് മാത്രം ഇവിടെ നിന്ന് പോയി. ആ ഒരു കാർ ഓടിക്കാനായിട്ടൊരു ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും മിടുക്കനായത് കൊണ്ടിട്ടാണ്. ഇപ്പോൾ മാതൃഭൂമിയുടെ ഒരു പ്രജീഷിനൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഗോവയ്ക്ക് പോയപ്പോൾ. പ്രജീഷിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ഇപ്പോൾ ലഗേജൊക്കെ എടുക്കാൻ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ യൂണിറ്റ് അല്ല പോയത്. അപ്പോൾ എന്ത് കാര്യങ്ങൾ എടുത്തു വെക്കാനും കൊണ്ടുപോകാനും മറ്റുള്ളവർ സഹായിക്കാനും വെള്ളം കൊടുക്കാനും, ബീച്ചിലായിരുന്നു ഷൂട്ടിങ്, ആ ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള, മര്യാദയുള്ള, മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ ഇമേജാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവൻ്റെ മിടുക്ക്. എൻ്റെ മകൻ പറഞ്ഞു, അവൻ എന്നെ പയ്യനാണ്, വലിപ്പത്തിന് എൻ്റെ അത്ര ഉണ്ടെങ്കിലും അവൻ എൻ്റെ അടുത്ത് കണ്ടിട്ട് ദേഷ്യം പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ പോലെയാണ് പപ്പ അവനെ നോക്കിയത് എന്ന് പറഞ്ഞു. അതായത് സ്വന്തം മോനെ പോലെ ലാലിന്റെ മകൻ നോക്കിയ വ്യക്തി, ആ സെറ്റിൽ ഊർജ്ജസ്വലനായിട്ട് നിന്നൊരു വ്യക്തി, ആ സെറ്റിൽ സ്റ്റാഫുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ആ വണ്ടിക്ക് അതിന് പെട്ടിയെടുത്ത് വെക്കാനും ബാക്കി കാര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഒരു ഡ്രൈവർ എന്ന രീതിയിലല്ലാതെ അവരുടെ കൂടെ എല്ലാ സഹായങ്ങൾക്കും എല്ലാ കാര്യത്തിലും നിന്നൊരു വ്യക്തി. അതായത് ലാലിന്റെ മനസ്സിലും ലാലിന്റെ മോന്റെ മനസ്സിലും ഒക്കെ ഒരു മക്കൾ സ്ഥാനത്തിലേക്കും അല്ലെങ്കിൽ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാക്കിയെടുത്തൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ അവിടെ നിന്നും വെക്കേറ്റ് ചെയ്ത് പോയി എന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. വെക്കേറ്റ് ചെയ്തിട്ട് ആദ്യ വീക്കിൽ ഓടി ദിലീപിന്റെ വീടിനടുത്ത് വന്നെന്ന്. ആദ്യ വീക്കിൽ PW 173 സാക്ഷി പറഞ്ഞിരിക്കുക. അത് പൊളിഞ്ഞ്, അത് കോടതി പൊളിഞ്ഞോടുകൂടി ഇത് തീർന്നു. ഇതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ, എവിഡൻസ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഇതിപ്പോഴും പല വ്യക്തികൾ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫോറൻസിക്കിന്റെ കാര്യം പറയുന്നുണ്ട്.
മെഡിക്കൽ എടുക്കുന്നതിന്റെ കാര്യം. ആ മെഡിക്കൽ എടുക്കുന്നതിന്റെ കാര്യം ഞാൻ ഈ അടുത്ത വീഡിയോക്കകത്ത് പറയാം. കാരണം ഒരു പീഡനത്തിനിരയായ വ്യക്തിക്ക് എടുക്കേണ്ടതായിട്ടുള്ള മെഡിക്കൽ സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല ഇത് ചെയ്തിരിക്കുന്നത്. അതെടുക്കാം. പക്ഷെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ഇതിനകത്ത് വലിച്ച് ഇഴച്ച് ഇതിന്റെ മുന്നിൽ ഈ പെൺകുട്ടിയെ ഇരയാക്കിക്കൊണ്ട് ഗൂഢാലോചന മറ്റാരോ നടത്തിയിട്ടാണ് ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ തലയിലേക്ക് ഇതിടാൻ ശ്രമിച്ചത്. അത് പൊളിഞ്ഞു. അതിനുശേഷം അടുത്ത ഗൂഢാലോചന ആരാന്നുള്ളത് ദിലീപ് ഇപ്പോൾ കൊടുത്ത കേസിനകത്ത് ആദ്യം പോലീസിനെ പിടിച്ചിട്ട് പോലീസിനെ ഇത് ആരാണ് ചെയ്യിപ്പിച്ചെന്നുള്ളൊരു പേര് എന്തായാലും പറഞ്ഞല്ലോ. ആ വരുമ്പോഴത്തേന് ഇത് കറങ്ങി വരും. ഡയറക്റ്റ് പ്രതിയിലേക്ക് എത്താതെ ഇൻഡയറക്റ്റ് ആയിട്ട് കറങ്ങി വരാനുള്ള ശ്രമമായിരിക്കും ഇപ്പം നടത്തുന്നത്. പ്രോപ്പറായിട്ട് തെളിയുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന പല വ്യക്തികളും ഇതിനകത്ത് വിഷയമായിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവനൊന്നും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ആ സ്ഥിതിയിലേക്ക് ആയിരിക്കും തിരിഞ്ഞു പോകാനായിട്ട് പോകുന്നത്.